മോട്ടോമിത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോർഡ് കമ്പനി ഇന്ത്യ വിട്ടുപോയപ്പോൾ കയ്യിലുണ്ടായിരുന്ന നല്ല വാഹനങ്ങൾ വളരെ തുച്ഛമായ വിലയ്ക്ക് വിറ്റ് അവസാനിപ്പിച്ച കുറെ പേർ നമുക്കിടയിലുണ്ട്. അവസാന നാളുകളിൽ ഫോർഡ് ഇന്ത്യയിൽ വിറ്റിട്ടുള്ള വാഹനങ്ങളുടെ അതേ വില തന്നെ ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വണ്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫോർഡിന്റെ എക്കോസ്പോർട്ട് എന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ വാഹനമാണ്. ഫോർഡിന്റെ എക്കോസ്പോർട്ടിൽ തന്നെ ഡീസൽ പെട്രോൾ എഞ്ചിനുകളുണ്ട്. അതിൽ 1.5 ലിറ്റർ എഞ്ചിൻ എല്ലാവർക്കും പരിചിതമാണ്. എന്നാൽ കമ്പനി വളരെ കുറച്ച് 1 ലിറ്റർ എഞ്ചിനിൽ പെട്രോൾ വാഹനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഫുള്ളി എഞ്ചിൻ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന 1 ലിറ്റർ എഞ്ചിനുള്ള ഒരു കസ്റ്റമറുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. എക്കോസ്പോർട്ടിന്റെ എക്കോ ബൂസ്റ്റ് 1 ലിറ്റർ എഞ്ചിൻ വരുന്ന പെട്രോൾ വാഹനം കഴിഞ്ഞ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ബിബിനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ബിബിൻ, വെൽക്കം. ഓക്കെ, താങ്ക് യു. ഫോർഡിന്റെ വാഹനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഇപ്പോഴും പേടിയുണ്ട്. അതായത് സർവീസ് കിട്ടുമോ, സർവീസ് പാർട്സ് ഭയങ്കര റേറ്റ് ആകുമോ, അത്തരം കാര്യങ്ങളൊക്കെ വളരെ സംശയത്തോടു കൂടിയിട്ടാണ് ഇപ്പോഴും ആൾക്കാർ ഈ വാഹനം എടുക്കാൻ ഒരു താല്പര്യക്കുറവ് കാണിക്കുന്നത്. ബിബിന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ പോലും എല്ലായിടത്തും അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കമ്പനി സർവീസ് അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഞാനിവിടെ ബോഷിനാണ് സർവീസ് ചെയ്യാറുണ്ടായിരുന്നത്. ഓതറൈസ്ഡ് സർവീസ് സെന്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പൊതുവെ എനിക്ക് അങ്ങനെ കംപ്ലൈന്റ്സ് ആയിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. വാഹനം എടുത്തത് എത്ര കിലോമീറ്ററിലായിരുന്നു? വാഹനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 36,000 കിലോമീറ്ററിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോ എത്ര കിലോമീറ്റർ? ഇപ്പോ 58 കഴിഞ്ഞു, 58,000 കഴിഞ്ഞു. അപ്പൊ 20,000 മുകളിൽ കിലോമീറ്റർ മുകളിൽ ഓടിയിട്ടുണ്ട്. ടോട്ടൽ എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് എങ്ങനെ പറയാൻ പറ്റും? ടോട്ടലി ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ലൊരു പവറുള്ള ഒരു വാഹനം യൂസ് ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. നമുക്കിപ്പോ 1 ലിറ്റർ എഞ്ചിൻ ആണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമുക്ക് ആ ഒരു പവർ നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എഞ്ചിൻ പുറത്തുനിന്ന് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഗേഴ്സ് വെച്ച് പറയുകയാണെങ്കിൽ 125 BHP നമുക്ക് പവർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇപ്പോ ഇറങ്ങുന്ന വണ്ടികൾക്ക് പോലും ആ ഒരു പവർ ഫിഗർ ഇല്ല. അപ്പോൾ നമുക്ക് അത്രയും എൻജോയ് ചെയ്തിട്ട് തന്നെ നമുക്ക് കൊണ്ടിടക്കാവുന്ന ഒരു വണ്ടിയാണ് എക്കോസ്പോർട്ട്. ഈ 1 ലിറ്റർ എഞ്ചിനിലേക്ക് എത്തിയത് എങ്ങനെയാ? 1 ലിറ്റർ എഞ്ചിനായിട്ട് നോക്കി തിരഞ്ഞെടുത്താണോ? 1 ലിറ്റർ എഞ്ചിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആക്ച്വലി 1.5 ഇപ്പൊ പറഞ്ഞല്ലോ, 1.5 പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്. അതുപോലെ പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് അന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് നമ്മുടെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തൊരു എഞ്ചിൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആ ടൈമിൽ നോക്കിയപ്പോ ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലൊരു എഞ്ചിനാണ്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മളൊരു ഫ്യൂവലിന്റെ കാര്യം കൂടി, നമ്മൾ മൈലേജിന്റെ കാര്യം കൂടി കൺസേൺ ആണ്. മൈലേജ് കുറവാണെന്നുള്ള. അതെ 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 അതെ. അപ്പൊ ആ ഒരു കാര്യം കൂടി കൺസേൺ ഉള്ളതുകൊണ്ടാണ് നമ്മൾ 1 ലിറ്റർ പെട്രോള് തെരഞ്ഞെടുത്തത്. 1 ലിറ്റർ എടുത്തതിന്റെ വ്യത്യാസം ഉണ്ടോ മൈലേജിൽ? 1 ലിറ്റർ എടുത്തതിന്റെ വ്യത്യാസം ഉണ്ട്. നമ്മൾ പറയുന്ന പോലെ തന്നെ ഇക്കോ ബൂസ്റ്റ് എഞ്ചിന് അതിൻ്റെതായ മാറ്റമുണ്ട്. കമ്പനി പറയുന്നത് 18 ആണ് മൈലേജ് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു ഹൈവേയിൽ 14 വരെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 20,000 കിലോമീറ്റർ ഓടിയപ്പോ എന്തെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള സർവീസ് കോസ്റ്റ്, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്ററിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. 20,000 ഓടിയതിൽ മേജർ ടോട്ടൽ ഇപ്പൊ 56,000 ആയല്ലോ. പലരും പറഞ്ഞിട്ട് 40,000 കഴിഞ്ഞാൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കിപ്പോ 56 വരെ എത്തിയപ്പോ എനിക്ക് ഇനിയിപ്പോ എന്റെ ക്ലച്ച് മാറ്റേണ്ട ടൈം ആയിട്ട്, ക്ലച്ച് ടൈറ്റുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോ അത് ഓയിൽ ക്ലച്ച് ആണ് ഇതിന്റെ വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാം മൊത്തത്തിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 12,000 രൂപയോളം മിനിമം വരുന്നതാണ് അറിയുന്നത്. നമ്മുടെ സർവീസ് വരുന്നത് 10,000 കിലോമീറ്റർ ആണല്ലോ. അതെ അതെ. അപ്പോൾ 2 സർവീസ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം എത്ര രൂപ വന്നിട്ടുണ്ട്? അതിന് നമുക്ക് അത്ര വലിയൊരു കോസ്റ്റ് പറയാൻ വയ്യ. നമ്മളെല്ലാം കൂടി ഒരു പാക്കേജിലൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് അറൗണ്ട് ഒരു 4000-4500 ആ ഒരു റേഞ്ച് തന്നെ അപ്പോ വരുന്നുള്ളൂ. കമ്പനിയിൽ കൊടുക്കുകയാണെങ്കിലും ഒരു 6000 രൂപ അതെ, മാക്സിമം അത്ര തന്നെ വരുന്നുണ്ടാവുള്ളൂ. ഇപ്പോ ബോഷിൽ ചെയ്യാന്ന് പറഞ്ഞു, അവര് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യാറുണ്ടോ അതോ വിപിൻ പറയുന്ന കാര്യങ്ങളാണോ ചെയ്യാറ്? അല്ല, അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോർമലി പീരിയോഡിക് അവർ പറയുന്നത് നമ്മൾ ചെയ്യാറുണ്ട്. കാരണം നമ്മള് വണ്ടി നോക്കേണ്ടത് നമ്മളിവിടെ കാര്യമാണല്ലോ. ശരിയാണ്. ഇപ്പോ വേരിയന്റിനെ കുറിച്ചൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, വേരിയന്റ് നമുക്ക് ഫോർഡിന്റെ ഒരു മെയിൻ ഒരു നല്ലൊരു വശം എന്ന് ഞാൻ കണ്ടിട്ടുള്ളത്, അന്ന് അവര് ഇതിൽ 3 വേരിയന്റ് ഇറക്കിയിട്ടുള്ളൂ. ഓക്കെ, ആ 3 വേരിയന്റ് ഇറക്കിയതിൽ ഞാൻ മിഡിൽ ഓപ്ഷൻ ആണ് ഇപ്പൊ എടുത്തിട്ടുള്ള ഈ ഒരു വേരിയന്റ്. അതിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഉണ്ട്. ഇപ്പോ നിങ്ങൾക്ക് തന്നെ കണ്ടാ അറിയാം, ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അന്ന് ഇറങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും മാക്സിമം അവര് വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ക്വാളിറ്റി ഒക്കെ എടുത്ത് പറയേണ്ട. അതെ, ക്വാളിറ്റി ഒക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോ നോർമലി നമ്മൾ പറയുന്ന കാര്യം നമ്മൾ പറയാറുണ്ട് ഇടയ്ക്ക്, ഡോർ അടയ്ക്കുമ്പോൾ നമുക്ക് അതൊരു ഫീൽ ചെയ്യുന്നുള്ളത്. നമ്മളോട് ഇപ്പോ ഷോറൂമിൽ പോയാൽ എക്സിക്യൂട്ടീവ്സ് തന്നെ ചില ബ്രാൻഡൊക്കെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഈ ഡോർ അടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഫീൽ ചെയ്യും. ശരിയാണ്. നമ്മൾ വേറൊരു വണ്ടികളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെറിയ രീതിയിലൊക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ എങ്ങോട്ടായിരിക്കും ലോങ് പോയിട്ടുണ്ടാവുക? ലോങ് ഞങ്ങള് ഗോവ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷൻസ് കുറെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇപ്പൊ കേരളത്തിന് പുറത്തോട്ട് ഓടിക്കുമ്പോ നമുക്ക് ഇവിടെ കുറച്ച് പുറത്തേക്ക് ഓടിക്കുമ്പോ എങ്ങനെയാ? പുറത്തേക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ഹൈവേസിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് സ്പീഡ് കൂടുമ്പോൾ നമുക്ക് കംഫർട്ട് കൂടുന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. നമുക്ക് അത്രയും നല്ല ഡ്രൈവ് നമുക്ക് അതെ ആ ഒരു ഡ്രൈവ് നമുക്ക് ആസ്വദിച്ചിട്ട് തന്നെ ഓടിക്കാൻ വേണ്ടിട്ട് കഴിയും. ഇപ്പൊ ഒരു ലോങ് ഒക്കെ യാത്ര ചെയ്തപ്പോ ബാക്കി കൂടെ ഉണ്ടായിരുന്നവരുടെ എക്സ്പീരിയൻസ്? എല്ലാവർക്കും യാത്ര കംഫർട്ടാണ് വണ്ടിയിൽ. 5 പേരായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. 5 പേരായിട്ട് തന്നെയാണ് ഡ്രൈവ് പോയിട്ടുണ്ട്. അതിൽ ആർക്കും അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ബാക്കിലിരിക്കുന്നവർക്ക് നമ്മുടെ ഒരു നോർമൽ നമ്മുടെ ഒരു സൈസ് ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ ഇരിക്കാവുന്ന 5 പേർക്ക് തന്നെ സുഖമായിട്ട് ഇരിക്കാം. നമ്മൾ തടിച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാ വണ്ടിക്കുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഡ്രൈവ് കംഫർട്ടാണ്, കൂടെയുള്ള പാസഞ്ചേഴ്സിനും കംഫർട്ട് ആയിട്ട് നമുക്ക് പോവാം. ഒരു 5 പേർക്ക് ലോങ് ഒക്കെ പോകാൻ വളരെ സുഖമായിട്ട് പോവാം. നല്ല യാത്ര. നമ്മള് കുറെ പേരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള കുറെ ആളുകൾ തന്നെ നമ്മള് ഇതിൽ ഓൾ ഇന്ത്യ പോയിട്ടുള്ള കുറെ ആളുകളുണ്ട്, എല്ലാം ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ വണ്ടി അത്രയും കംഫർട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ. അപ്പൊ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയാലോ? ഓഫ് കോഴ്സ്, നിങ്ങൾക്ക് തന്നെ ഡ്രൈവ് ചെയ്താൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ വാഹനം ഓടിച്ചു കഴിഞ്ഞു വന്നു. ഡ്രൈവിംഗ് കംഫർട്ട് തന്നെയാണ് എക്കോസ്പോർട്ടിന്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം. അതുപോലെ ആ സ്റ്റിയറിംഗിന്റെ ഒരു സുഖമൊക്കെ, അതൊക്കെ വാഹനം ഓടിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു കാര്യങ്ങളാണ്. ആ ഒരു ഫീല് വേറെ എവിടെ നിന്നും കിട്ടാനില്ല. ഡ്രൈവിംഗ് കംഫർട്ട് തന്നെയാണ് പറയാനുള്ള ഒരു കാര്യം. പിന്നെ നമ്മളിതിൽ ആദ്യം പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ വണ്ടി 2017 മോഡലാണ്. കൊടുക്കുന്ന പണത്തിനുള്ള ഒരു മൂല്യം അതെ ഇത് തീർച്ചയായിട്ടും ഉണ്ട്. വാഹനത്തിന് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ആ ഒരു പണത്തിനുള്ള മൂല്യം നമുക്ക് പിന്നീട് ഭാവിയിലും കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളത്. അതിൽ ഹാപ്പിയാണ്. നമുക്ക് വണ്ടി എൻജോയ് ചെയ്യാന്നുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വണ്ടി എടുക്കാം. ഞാൻ പുറകിലെ സീറ്റിൽ ഇരുന്ന് നോക്കി, യാത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല, യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോ പറയേണ്ട മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 1 ലിറ്റർ എഞ്ചിൻ ആദ്യമായിട്ടാണ് ഓടിച്ചത്. 1.5 ഞാൻ അതെ 1 ലിറ്റർ എഞ്ചിന് കുറവാണ്. കമ്പനി പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള എഞ്ചിൻ അത് കുറവ് തന്നെയാണ് ഉള്ളത്. നമ്മുടെ നാട്ടില് അവൈലബിലിറ്റിയും കുറവ് തന്നെയാണ്. അങ്ങനെ അധികം ഇല്ലാന്ന് തോന്നുന്നു, എന്നാലും മാർക്കറ്റിലുണ്ട്. നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ സ്റ്റേറ്റിലും എത്ര എങ്ങനെയാന്നുള്ളതൊന്നും അറിയില്ല. നമ്മളിതിങ്ങനെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ നോക്കിയിട്ട് എടുത്തതായിരുന്നു. അപ്പൊ എന്തായാലും മോട്ടോമിത്രയ്ക്കും പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നതിന് നന്ദി. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വാഹന വിശേഷവുമായിട്ട് വീണ്ടും കാണും വരയ്ക്കും നന്ദി, നമസ്കാരം.